ഹായ് ഓൾ, എല്ലാവർക്കും കെമിസ്ട്രി ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ സാനിറ്ററി കെമിസ്റ്റ് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ മൈക്രോബയോളജിസ്റ്റ് എക്സാം ഈ രണ്ടിനും ആവശ്യമായിട്ടുള്ള മൈക്രോബയോളജിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡേ 1 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. All are waterborne disease except. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് വാട്ടർബോൺ ഡിസീസ് അല്ലാത്തത്? ഓപ്ഷൻസ്: ടൈഫോയിഡ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അമീബിയാസിസ്, ഹൂക്ക് വർം ഡിസീസ്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യമാണ്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, ഹൂക്ക് വർം ഡിസീസ് ആണ് ഈ വാട്ടർബോൺ ഡിസീസ് അല്ലാത്തത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വാട്ടർബോൺ ഡിസീസ്? ടൈഫോയിഡ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അമീബിയാസിസ്. അപ്പോൾ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിന് പല വെറൈറ്റീസ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എ, ബി, സി, ഡി, ഇ ഇങ്ങനെ 5 വെറൈറ്റി ഉണ്ട്. അതിൽ എ ആണ് പ്രധാനമായിട്ടും ഫുഡ് ആൻഡ് വാട്ടറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ്. അപ്പോൾ നമുക്ക് ഈ ഡിസീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതായത് കോസറ്റീവ് ഓർഗാൻസും അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഒന്ന് നോക്കാം. ആദ്യം ടൈഫോയിഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടൈഫോയിഡിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാണ്? സാൽമോണെല്ല ടൈഫി എന്ന ബാക്ടീരിയ. സാൽമോണെല്ല ടൈഫി, ടൈഫോയിഡ്. ഓക്കെ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ ഓഫ് ഫുഡ് ഓർ വാട്ടർ വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഫീക്കസ് ഓഫ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, അപ്പം ഫുഡ് ഓർ വാട്ടർ അതിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഓർ വാട്ടർ കഴിക്കുന്നത് വഴിയാണ് ഇതുണ്ടാവുന്നത്. അതായത് ഈ സാൽമോണെല്ല ടൈഫി എന്ന കോസറ്റീവ് ഓർഗാനിസം ഇൻഫെക്റ്റ് ചെയ്ത ആളുടെ ഫീക്കൽ മാറ്റേഴ്സ് കൊണ്ട് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഫുഡോ വാട്ടറോ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, ഷോർട്ട് ഫോം ആയിട്ട് HAV എന്ന് പറയും. അപ്പോൾ ഇതും ഇത്തരത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫീക്കൽ മാറ്റേഴ്സ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്തത് അമീബിയാസിസ്. ഓക്കെ, എന്താണ് അമീബ അല്ലേ? അപ്പോൾ ആ കോസറ്റീവ് ഓർഗാനിസം ആണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, ഇതും വാട്ടർ അല്ലെങ്കിൽ ഫുഡ് വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ഈ ഓർഗാനിസം അതിൻ്റെ പ്രസൻസ് ഉള്ള വാട്ടർ അല്ലെങ്കിൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് വഴി വരുന്ന ഡിസീസാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ വാട്ടർബോൺ ഡിസീസ് അല്ലാതിരുന്ന ഡിസീസായിരുന്നു ഹൂക്ക് വർം ഡിസീസ്. ഹൂക്ക് വർം ഡിസീസ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് 2 നിമറ്റോഡ് പാരസൈറ്റ്സ് ആണ്. ആൻസൈക്ലോസ്റ്റോമയും പിന്നെ നെക്ടർ അമേരിക്കാനസ്. ഈ 2 പാരസൈറ്റ്സ്, നിമറ്റോഡ് പാരസൈറ്റ്സ് ആണ് ഈ ഒരു ഹൂക്ക് വർം ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കണ്ടാമിനേറ്റഡ് സോയിൽ കൂടി ബെയർ ഫൂട്ടായിട്ട് നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹൂക്ക് വർമിൻ്റെ ലാർവയോ അല്ലെങ്കിൽ ഈ പാരസൈറ്റ്സ് നമ്മുടെ സ്കിന്നിലേക്ക് വരികയും അവിടെ നിന്നും നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞ ടൈഫോയിഡ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അമീബിയാസിസ് ഇത് 3ഉം വാട്ടർ ബോൺ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം ഫുഡ് ബോൺ ഡിസീസസ് ആണോ എന്ന് ചോദിച്ചാലും ഇത് ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമിന് വേറെ രീതിയിലും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് വാട്ടർ ബേസ്ഡ് ഡിസീസിനെ തന്നെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാട്ടർ ബോൺ ഡിസീസ്, വാട്ടർ വാഷ്ഡ് ഡിസീസ്, വാട്ടർ എയറോസോൾ ഡിസീസ്, വാട്ടർ ബേസ്ഡ് ഡിസീസ്, പിന്നെ വാട്ടർ റിലേറ്റഡ് ആർത്രോപോഡ് വെക്റ്റർ ഡിസീസസ്. അപ്പോൾ ഇത് ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതിൻ്റെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ടേബിളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. അപ്പോൾ വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഹ്യൂമൻ അവർ കൺസ്യൂം ചെയ്യുന്നത് വഴി, അതായത് ഫീക്കൽ മാറ്റേഴ്സ് ആയിരിക്കും അതിൽ കണ്ടാമിനേഷൻ ഫാക്ടർ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ യൂറിൻ ആകാം. അത്തരത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കൺസ്യൂം ചെയ്യുന്ന വഴി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, എൻറ്ററിക് ഹെപ്പറ്റൈറ്റിസ്, അമീബിക് ആൻഡ് ബാസിലറി ഡിസെൻട്രി, കോളറ, ലെപ്റ്റോസ്പൈറോസിസ്, പോളിയോമൈലൈറ്റിസ്, ടൈഫോയിഡ്, പാരാടൈഫോയിഡ് ഫീവർ. ഇതൊക്കെയാണ് ഇത്തരം ഡിസീസസിന് എക്സാമ്പിൾ. അടുത്തത് വാട്ടർ വാഷ്ഡ്
എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ തന്നെയാണ് എന്തിന് യൂസ് ചെയ്യുന്നതാണ്, സ്കിൻ, ഐ ഓർ ഐ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് പുവർ പേഴ്സണൽ ഹൈജീൻ. അതായത് കണ്ടാമിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്കിന്നും ഇയറും ഐസൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് വാട്ടർ വാഷ്ഡ് ഡിസീസ്. അതിന് എക്സാമ്പിൾ ഇതാണ് എക്സാമിന് ചോദിച്ചത്: കൺജങ്ക്റ്റിവൈറ്റിസ്, ട്രക്കോമ, ഇൻറ്റസ്റ്റൈനൽ ഹെൽമിൻറ്റ് ഇൻഫെക്ഷൻ, ലെപ്രസി, സ്കാബീസ്. അപ്പോൾ സ്കാബീസ് ആണ് അവിടെ ചോദിച്ചിട്ട് ഇത് ഏത് തരത്തിലുള്ള ഏത് കാറ്റഗറിയിൽ വരുന്ന വാട്ടർ റിലേറ്റഡ് ഡിസീസ് ആണെന്ന് ചോദിച്ചത്. ഓക്കെ, മറക്കല്ലേ. അടുത്തത് വാട്ടർ എയറോസോൾ ഡിസീസ്. എന്തായിരിക്കും? അതായത് വാട്ടർ എയറോസോൾ, നമ്മൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന വാട്ടർ എയറോസോൾസിൽ പാത്തജൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ഇൻഹെയിൽ ചെയ്തിട്ട് വരുന്ന തരത്തിലുള്ള ഡിസീസാണ് വാട്ടർ എയറോസോൾ ഡിസീസ്. ഓക്കെ, അപ്പോൾ അത് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ ലെഗിയോണെല്ലോസിസ്, പിന്നെ ഫിയസ്റ്റെറിയ. ഓക്കെ, ഈ 2 ഡിസീസാണ് അതിന് എക്സാമ്പിൾ. അടുത്തത് വാട്ടർ ബേസ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നോക്കാം. പാരസൈറ്റിക്കൽ വോം ഇൻഫെക്ഷൻ ആണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. അതായത് ഇവരുടെ ഇത്തരത്തിലുള്ള പാരസൈറ്റിക്കൽ വേംസിൻ്റെ ലാർവയൊക്കെ അവരുടെ ലൈഫ് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് വാട്ടറിലായിരിക്കാം അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ ഈ വാട്ടറുമായിട്ട് ഇത്തരത്തിലുള്ള പാരസൈറ്റിക്കൽ വേംസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നമ്മുടെ സ്കിന്നൊക്കെ കോണ്ടാക്ട് വരുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസാണ് ഇത്തരം ഡിസീസ്. എക്സാമ്പിൾ ഡ്രാക്കൺക്യൂലിയാസിസ്, പിന്നെ ഷിസ്റ്റോസോമിയാസിസ്, പിന്നെ ട്രൈക്കോ ഓർ ബൈഹാർസിയാസിസ്. ഓക്കെ, ഇതെല്ലാം പാരസൈറ്റിക്കൽ വേംസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള വാട്ടർ റിലേറ്റഡ് ആർത്രോപോഡ് വെക്റ്റർ ഡിസീസസ്. എക്സാമ്പിൾ ഏതായിരിക്കും? ഡെങ്കു, ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, മലേറിയ, ട്രിപ്നോസോമിയാസിസ്, യെല്ലോ ഫീവർ, ഇതൊക്കെ. ഓക്കെ. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോർഷൻ പഠിക്കുക? അപ്പോൾ എല്ലാം നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ചെറിയ ട്രിക്സും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കുറേ ഡിസീസുകൾ പഠിച്ചു അല്ലേ? ടൈഫോയിഡ്, ദെൻ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അമീബിയോസിസ്, ഹുക്ക്വാം ഡിസീസ്. ഈ ഒരു കേസിൽ മെയിനായിട്ട് ചോദിക്കുന്ന കാര്യം കോസേറ്റീവ് ഓർഗാനിസം ഏതൊക്കെയാണെന്നാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നും കാണാതെ പഠിക്കേണ്ട. ഈ പേരുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നോക്കുക, ടൈഫോയിഡ് അല്ലേ? ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ ഏത് വരും? സാൽമണല്ല ടൈഫി ബാക്ടീരിയ. ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ടൈഫി അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് ടൈഫോയിഡാണെന്ന് മനസ്സിലാക്കാം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അതിന് ആ കോസേറ്റീവ് ഓർഗാനിസം വ്യക്തമായി പറയുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന്. അതേപോലെ HAV, അത് ഷോർട്ടായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അമീബിയാസിസ് എന്ന് പറയുമ്പോൾ എൻഡമീബ, അതും ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ദെൻ ഹുക്ക്വാം ഡിസീസ്, ഇത് മാത്രം നിങ്ങളൊന്ന് പഠിക്കുക. നെക്സ്റ്റ് വൺ ആണ് ഹുക്ക്വാം എന്ന് പറയുന്നതിന് 3 എണ്ണമാണ് വരുന്നത്. നെമറ്റോഡും വേമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ആൻസൈലോസ്റ്റോമ വരുന്നുണ്ട്. ആൻസൈലോസ്റ്റോമ എന്ന് പറയുമ്പോൾ ഇവിടെ ഓർക്കുക ആൻസിക്കാണ് ഹുക്ക്വേം വന്നത്. അപ്പോൾ അത് പഠിഞ്ഞല്ലോ. ആൻസിക്ക് ഏതാ വന്നത്? ഹുക്ക്വേം വന്നു. നെക്കേറ്റർ അമേരിക്കാനസ്, അപ്പോൾ അമേരിക്കയിലുള്ളവർക്ക് നെക്കിലാണ് ഹുക്ക്വേം വന്നത്. അമേരിക്കയിലുള്ളവർക്ക് നെക്കിലും വന്നു, ആൻസിക്കും വന്നു, പിന്നെ നെമറ്റോഡ് പാരസൈറ്റ്. ഈ 3 എണ്ണം ഹുക്ക്വേമുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഏതൊക്കെയാണ്. ഹുക്ക്വേം ഡിസീസ് എന്ന് പറയുമ്പോൾ നെമറ്റോഡാണ് ഒന്നാമത്തത്, ദെൻ ആൻസിക്ക് വന്നു, അമേരിക്കയിലുള്ളവർക്ക് നെക്കിൽ വന്നു. ഈ 3 ഇത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി എല്ലാ ആഴ്ചയിലും മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ കെമിസ്ട്രിയിൽ നിന്നും ഒക്കെ ഉണ്ടാവും. സാനിറ്ററി, അതുപോലെ മൈക്രോബയോളജിസ്റ്റ്, ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു.